ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ 1 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോളം ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഒരു 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ പൊന്തി വരാൻ വേണ്ടിയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഇതാ നമ്മൾ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണേ. ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ തട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി വരാൻ സഹായിക്കും കേട്ടോ. പിന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ലൈക്കും കൂടി ചെയ്യണേ. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്.